തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണെന്ന് എഫ്ഐആർ. കൊല്ലപ്പെട്ട ഷഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം വീഡിയോ കോളെന്ന് സഹോദരൻ ഷംസാദ് വിശ്വസിച്ചു. മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ പ്രതി മനഃപൂർവ്വം ശ്രമിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. സലിം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത്? അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു? സലിം. ഉന്മേഷ്, കൊല്ലപ്പെട്ട ഷഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം വീഡിയോ കോൾ എന്ന സഹോദരന്റെ സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മാത്രമല്ല, കൊലപാതകം നടന്നത് ചെമ്പഴന്തി അണിയൂരിൽ വെച്ചൊരു അടിപിടി കേസിൽ ഒളിവിലായിരുന്നു ഈ പ്രതിയായ ഷംസാദ്. അതിനായാണ് ഈ ഒളിവിൽ കഴിയാനായാണ് മണ്ണന്തലയിലെ ഫ്ളാറ്റിൽ റൂം എടുത്തത്. അതിനിടയിൽ സംശയം തോന്നാതിരിക്കാൻ ചികിത്സാ ആവശ്യത്തിനെന്ന് പറഞ്ഞ സഹോദരി ഷഫീനയെയും ഒപ്പം കൂട്ടി. ഇവിടെ വെച്ചാണ് ഷഫീന വീഡിയോ കോൾ ചെയ്യുന്നത് വീണ്ടും കണ്ടത്. അതോടെ പ്രകോപനമുണ്ടായി എന്നുള്ളതാണ് ഷംസാദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സുഹൃത്തായ വിശാഖിനെയും ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചതിന് ശേഷം മാതാപിതാക്കൾ ഷഫീനയെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ മനഃപൂർവ്വമായി ശ്രമിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. കേസിലൊപ്പം പിടികൂടിയ വിശാഖിനി കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അത് ആ വിഷയം പോലീസ് പരിശോധിക്കുകയാണ്. രാവിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കൊലപാതകം നടന്ന ഫ്ളാറ്റിലെത്തി തെളിവെടുത്തു. കഴിഞ്ഞ 14-ാം തീയതിയോടുകൂടിയാണ് ഈ സഹോദരനും സഹോദരിയും മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിലേക്ക് വാടകയ്ക്ക് താമസം തുടങ്ങിയത്. അതിനിടയിൽ ഈ ഷഫീനയെ ഫോൺ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്നാണ് അവരുടെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിൽ എത്തിയത്. അങ്ങനെ നോക്കുമ്പോഴായിരുന്നു യുവതി തറയിൽ മുറിയിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. പിന്നെ തൊട്ടടുത്ത മുറിയിൽ വെച്ച് ഷംസാദും സുഹൃത്ത് വിശാഖും മദ്യലഹരിയിൽ ആയിരുന്നു. അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നത്. യുവതിയുടെ ശരീരത്തിൽ മാരകമായി മർദ്ദിച്ചതിന്റെ പാടുകളുമുണ്ട്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.